ഹലോ ഗേസ്, ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ എന്തൊക്കെയുള്ളത് നോക്കട്ടോ. കുറേ ദിവസമായി ഗീ റൈസ് ഉണ്ടാക്കണം എന്നിങ്ങനെ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഗീ റൈസ് സെറ്റാക്കി കേട്ടോ. ഞാൻ റൈസ് കുക്കറിലാണ് ഗീ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. പിന്നെ കുറച്ച് പപ്പടം എടുത്ത് കാച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 5-6 പപ്പടം എടുത്ത് കാച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാവർക്കും സാധാ ചോറിനും ബിരിയാണിക്കും പപ്പടം വേണം കേട്ടോ. പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കുറച്ച് കോഴിമുട്ട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടും കൂടെ മസാലയാക്കി കോഴിമുട്ടയും ചിക്കനൊക്കെ കൂട്ടി കഴിക്കുക. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ മസാല ഉണ്ടാക്കണം നല്ല ഇഷ്ടമാണ് കേട്ടോ. ഗീ റൈസിക്കും പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റാണ്. ബ്രെഡൊക്കെ കൂട്ടി കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചിക്കനും കുറച്ചേ ഉള്ളൂ, കോഴിമുട്ടയും കുറച്ചേ ഉള്ളൂ. അപ്പോൾ കുറച്ചെടുത്തിട്ട് രണ്ടും കൂടി അങ്ങനെ ഉണ്ടാക്കിട്ടോ. നല്ല മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട്. പിന്നെ പൊരിക്കാനായിട്ട് കുറച്ച് സൂത ഉണ്ടായിരുന്നു. ഇന്നലെ വാങ്ങിച്ചതായിരുന്നു കേട്ടോ സൂത ചെറിയ സൂത കുട്ടികളായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിനൊരു സൂത എടുത്തിട്ട് വെറുതെ കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് അങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ചാറാണ് ഉണ്ടായിരുന്നത്. ചെറിയ നാരങ്ങയുടെ അച്ചാറാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഈ അച്ചാർ. അപ്പോൾ തൈരില്ല കേട്ടോ, അപ്പോൾ ഒരു പുളിയുള്ള എന്തെങ്കിലും വേണമല്ലോ. അപ്പം ഞാൻ വേഗം കുറച്ച് തേങ്ങ എടുത്തിട്ട് പുതിനേൻ്റെ ചമ്മന്തി അരച്ചു. എന്നിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ടോ. നമുക്കിവിടെ ഇഷ്ടംപോലെ വാഴയൊക്കെ ഉണ്ട്. ഇത് ഞാലിപ്പൂവനാണ് കേട്ടോ ഈ വാഴ. അപ്പോൾ ഞാൻ അതുമ്പോൾ പോയിട്ട് 2-3 ഇല എടുത്തിട്ടോ. കാരണം ഇനിയിപ്പോൾ പാത്രം കഴുകണ്ടല്ലോ ഉച്ചയാകുമ്പോൾ. അപ്പോൾ ഇലയൊക്കെ എടുത്തിട്ട് ഇലയൊക്കെ നന്നായിട്ട് കഴുകി തുടച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊരു പാത്രം എടുത്ത് ഇങ്ങോട്ട് പിന്നെ ഇല എടുത്തിട്ട് അതിൽ നല്ല ചൂടുള്ള നെയ്ച്ചോറ് വിളമ്പിട്ടോ. ഞാൻ കുറച്ചധികം വിളമ്പിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ രാവിലെ ചായയും കുടിച്ചിട്ടില്ല. പിന്നെ അതിലേക്ക് ഒരു കോഴിമുട്ട ഇട്ടിട്ട് കുറച്ച് മസാലയും വിളമ്പി. പിന്നെ 2 കഷ്ണം മീനെടുത്ത്, പിന്നെ അച്ചാറെടുത്ത്, അതുപോലെ തന്നെ ചമ്മന്തിയും പപ്പടമൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ടോ. അപ്പോൾ ചാനൽ ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യണം.